നമ്മുടെ മറ്റൊരു ക്യാമറ ദൃശ്യങ്ങളിൽ വരുന്നത് കാർവാർ MLA അതുപോലെ മഞ്ചേശ്വരം MLA അടക്കമുള്ളവർ അർജുന്റെ സഹോദരിയുമായി സംസാരിക്കുന്നത്, ആശയവിനിമയം നടത്തുന്നതാണ് നമ്മുടെ ഒരു ക്യാമറയുടെ ദൃശ്യങ്ങളുള്ളത്. ഒരു ക്യാമറയിൽ ഇതാ ഈശ്വർ മാൽപേ ഈ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലേക്ക് മുങ്ങാങ്കുഴി ഇട്ടുപോയി വീണ്ടും പരിശോധന നടത്തുന്നത്, അദ്ദേഹം കണ്ട ഈ കാഴ്ച സ്ഥിരീകരിക്കുന്നത് ഒരു ക്യാമറയിൽ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. അത്തരത്തിൽ 2 ദൃശ്യങ്ങൾ നമ്മുടെ സ്ക്രീനിലുണ്ട്. 2 ദൃശ്യങ്ങളും അതിൽ വൈകാരികതയുടെ അംശമുണ്ട്. കാരണം രാവിലെ മുതൽ തന്നെ അർജുന്റെ ബന്ധുക്കൾ, അർജുന്റെ സഹോദരിയായ 5 അടക്കം അർജുന്റെ ബന്ധുക്കൾ രാവിലെ മുതൽ തന്നെ ഈ അപകട സ്ഥലത്തുണ്ട്, ഈ ദൗത്യ മേഖലയിലുണ്ട്, ഈ തിരച്ചിൽ നടക്കുന്ന സ്ഥലത്തുണ്ട്. അവർ ഇതെല്ലാം നോക്കി കാണുന്നുണ്ട്. അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഇന്ന് നടക്കുന്ന പ്രത്യേകിച്ച് ഡ്രഡ്ജർ എത്തിച്ചുള്ള പരിശോധനയിൽ അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഈ സമയത്തൊക്കെ കണ്ടുകിട്ടിയ ലീഡുകളിൽ അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അവർക്ക് അർജുൻ ഓടിച്ച ഈ വാഹനവും അർജുനെയും ഇവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കും എന്ന ശുഭപ്രതീക്ഷ അവർ നമ്മളോട് ആവർത്തിച്ചു പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ മണിക്കൂറുകളോളമായി ഈ പൊരി വെയിലത്തും ഇവിടെ തുടരുന്നത് പോലും അതിനാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സുഹൈല, ഒരു വശത്ത് കാണുന്ന കാഴ്ച അതാണെങ്കിൽ മറുവശത്ത് മുങ്ങാങ്കുഴി ഇട്ടുപോകുന്ന ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലേക്ക് മുങ്ങാങ്കുഴി ഇട്ടുപോകുന്ന ഈശ്വർ മാൽപയുടെ കാഴ്ച. ഈശ്വർ മാൽപേ വെള്ളത്തിന്റെ അടിത്തട്ടിലേക്ക് പോയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 15 അടി താഴ്ചയിലാണ് ഈ ലോറിയുടെ സാന്നിധ്യം അദ്ദേഹം കണ്ടെത്തിയത്. നേരത്തെ മുങ്ങാങ്കുഴി അല്ലാതെ മുങ്ങിത്താണ് പരിശോധന നടത്തിയതിൽ നിന്ന് കുറച്ച് മീറ്ററുകൾ അകലെയാണ് ഇപ്പോൾ പരിശോധന അദ്ദേഹം നടത്തുന്നത്. ആ മേഖലയിൽ എന്തെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും അവശേഷിപ്പുകൾ ഉണ്ടോ, അത് കാണുന്ന തരത്തിൽ ഏതെങ്കിലും അവശേഷിപ്പുകൾ ഉണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം നോക്കുന്നത്. നിലവിൽ വലിയ ഒഴുക്കിൽ ഏതാണ്ട് 1 നോട്ട്സിനടുത്ത് വേഗതയാണ് ഈ നദിയിലെ ഒഴുക്കിനുള്ളത് എന്നുള്ളതാണ് അനുകൂലമായ ഘടകങ്ങളിലൊന്ന്. അപ്പോഴും അതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ പ്രതികൂലമായി മാറുന്ന ഒന്ന് വേലിയേറ്റ സമയമായതുകൊണ്ട് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഡ്രഡ്ജിംഗ് നിലവിൽ നിർത്തിയ അവസ്ഥയിലാണ്. മാത്രമല്ല ഈ ഘട്ടത്തിൽ കണ്ടെത്തിയ ഈ വസ്തു, അത് ലോറി എന്ന് സംശയിക്കുന്ന, അർജുന്റെ ലോറി എന്ന് സംശയിക്കുന്ന ഈ ലോറി അത് അദ്ദേഹത്തിന്റെ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. 2 മണിക്കൂറിനുള്ളിൽ ആ സ്ഥിരീകരണം നടത്താൻ സാധിക്കുമെന്നാണ് കാർവാർ MLAയും അതുപോലെ കാർവാർ SP അടക്കം മാധ്യമങ്ങളോട് പറഞ്ഞത്. ആദ്യഘട്ടം മുതൽ കൃത്യമായ നിലയിലാണ്, അതായത് കൃത്യമായ സൂചനകളോട് കൂടിയ അന്വേഷണമാണ് കർണാടക സർക്കാർ നടത്തിയത്. അവരുടെ SDRF സേന ഒപ്പം പോലീസും മറ്റു തിരച്ചിൽ സംഘവും ഒക്കെ നടത്തിയെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അത് വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. പക്ഷേ ഈ അനുകൂല കാലാവസ്ഥയിൽ ഇപ്പോൾ നടക്കുന്ന ഈ തിരച്ചിൽ അത് പൂർണ്ണാർത്ഥത്തിൽ വിജയം കാണുമെന്ന പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നു. അത് വിജയം കാണുന്നതുവരെ ഈ സംവിധാനം ഇവിടെ തുടരും എന്നവർ വ്യക്തമാക്കുന്നുണ്ട്. ഈ തിരച്ചിൽ കണ്ടെത്തിയ ഈ തലകീഴായി കിടക്കുന്ന ഈ ലോറി, അത് രണ്ട് ടയറുകളടക്കം കണ്ടെത്തിയ ഈ ലോറി അത് അർജുന്റേതാണ് എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. മഞ്ചേശ്വരം MLA AK അഷ്റഫ് നമുക്കൊപ്പം ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈശ്വർ മാൽപയോട് കൂടുതൽ സമയം സംസാരിച്ചത് അങ്ങാണ്. ഈ കണ്ടെത്തിയ ലോറി അർജുന്റേതാണ് എന്ന് സ്ഥിരീകരിക്കുന്നതിനുള്ള എന്തെങ്കിലും സൂചന അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പലപ്പോഴും നമ്മൾ പ്രതീക്ഷ വെച്ച് അവസാനം മുകളിൽ വന്നപ്പോൾ അത് ഇവിടെ ഒരു ടാങ്കറും കൂടി പിന്നെ ഓൾറെഡി നമുക്ക് കിട്ടിയൊരു സാധനമാണ്. അപ്പോൾ ഞങ്ങൾ ആ ടാങ്കറിന്റെ കിട്ടിയപ്പോൾ അതിന്റെ ടയറൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ 100% ഇത് നമ്മളെ ഭാരത് ബെൻസിൻ്റെതാണെന്നാണ് സംശയിക്കുന്നത്. ഈശ്വർ മാൽപ അത് പിന്നെ മുങ്ങി കണ്ടതിന് ശേഷം വീണ്ടും വന്ന് അദ്ദേഹം ഒരു ക്യാമറ കൊണ്ടുപോയി. അലക്സ് തുടരുക. ഇപ്പോൾ അരുൺ പൂപ്പറമ്പ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. അരുൺ, എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് ഉണ്ടോ? രണ്ടാമതും പുഴയിലേക്ക് ഈശ്വർ മാൽപ ഇറങ്ങിയിരുന്നു. കുറച്ചുകൂടി വ്യക്തതയുള്ള ദൃശ്യങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? സുഹൈൽ, ഇപ്പോൾ നമ്മോടൊപ്പം ജില്ലാ പോലീസ് മേധാവി തന്നെ ചേരുകയാണ്. അതോടൊപ്പം തന്നെ അർജുന്റെ കുടുംബം ഉൾപ്പെടെ ഉണ്ട്. Sir, what is the next plan? The one truck was found it. What is the next plan? First of all, my deep condolences to the family of the Arjun and Jagannath and Lokesh. Other persons have found out and entire compensation is given. Their all last rites are done. But this is very endless saga of the Arjun and other 2 persons. Because of the weather is not helping us, and continuous rains stopped our operation. With God's grace, now it is a clear water with 1 knot speed, and we got the barge which the government of Karnataka given to us funds, NHI IRB, with 80-85 lakhs barges came, and we have waited for the 10 days. Now expert drivers early morning they came here and they have dived and they found the parts of the lorry which is broken out here. To take it out, we need special machinery to bring from the 10 feet pull up. So that all now my expert teams going to the barge and we'll decide and how to take it out. Not only that thing, and we definitely will have the body remains if they're in the cabin only. So that also we are again sending the drivers to the inside.
So since it is a heavy metal body and with the wooden logs and entire mud is there, it will take time. But we are very happy that finally we found the remains of the body, body parts of the lorry. Or occupants coming for Yeah. That's why now we'll have a meeting there with the contractors how to pull it off. After that, we'll announce when we came back. Or once again, Government of Karnataka State Police, and District Administration, our DC Madam, we are all with the family of the Arjun and other departed souls. So till they have found, we will continue the operations. എന്തായാലും അർജുൻ്റെ കുടുംബം കൂടിയുണ്ട്. എന്താണ് ഈ സമയത്ത് തോന്നുന്നത്? അതായത് 2 മാസത്തിന് ശേഷമാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ലീഡ് ഉണ്ടാവുന്നത്. അല്ല, ലോറി പുറത്തെത്തുന്നവരെ നമ്മളതാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പം ഇവർ ചെയ്യുന്നതൊക്കെ ചെയ്യട്ടെ, ലോറി കിട്ടിയിട്ടേ നമ്മൾ എന്തും പറയാൻ പറ്റുള്ളൂ. എന്തായാലും അതേ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. തീർച്ചയായും നല്ല പ്രതീക്ഷ. ഇതിലെന്താണ് തോന്നുന്നത്? ഇപ്പം ലോറിയാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അത് അർജുൻ്റെ ആണെന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി അത് മുകളിലേക്ക് ഉയർത്തണം എന്നാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത്. അതെ, തീർച്ചയായിട്ടും അതേ ഒരു ഉചിതമായ തീരുമാനം തന്നെയാണ്. അത് ഉയർത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അത് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളതാണോ അല്ലെങ്കിൽ പിന്നെ മറ്റേതെങ്കിലും വാഹനമാണോ എന്നുള്ളത് അപ്പോഴേ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി നമ്മോട് പറഞ്ഞിട്ടുള്ളത് അതിന് അല്പസമയം കൂടെ കാത്തിരിക്കണം. അതിൻ്റെ കൂടുതൽ ഇത് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ സംഘം ഇവിടെ എത്തിച്ചേരും. കൂടുതൽ ഉപകരണങ്ങൾ അതുമായി ബന്ധപ്പെട്ടത് ഈ ലോറിയുടെ ഭാഗമാണ്, അതുകൊണ്ട് കൂടുതൽ ഭാരമുള്ളതായിരിക്കും. ഇപ്പോൾ മണ്ണിൻ്റെ സാന്നിധ്യം ഉൾപ്പെടെ ഉണ്ടാകും. അതുകൊണ്ട് അത് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചേരും. അതിനുശേഷം അവർ ഈ സ്ഥിതിഗതികൾ വിലയിരുത്തും. അതിനുശേഷമായിരിക്കും ഈ ലോറി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കുക തന്നെ ചെയ്യാം. ഇപ്പോൾ എന്തായാലും ലോറി കണ്ടെത്തിയെന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അത് ആരുടെ ലോറിയാണെന്ന് സ്ഥിരീകരിക്കണം. അത് മുകളിലോട്ട് ഉയർത്തിയാൽ മാത്രമേ ആ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവൂ.